ഇവിടെ ഉണ്ടല്ലോ സമ്മറൊക്കെ മാറിയിട്ടുണ്ടല്ലോ. ഇപ്പം ചെറിയൊരു തണുപ്പിലേക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആദ്യമൊക്കെ നട്ടു വെച്ചേർന്ന കുറേ പച്ചക്കറികളും കൂടെ ഇനി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ പറിച്ചെടുക്കാമെന്ന്. കുറേ ബീട്രൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ പാലക്ക ഉണ്ട്. പാലക്ക ഒത്തിരി ടേസ്റ്റ് ഉള്ള ഒരു ഇലയാണ്. സിസേഴ്സ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ പാലക്കൻ്റെ ഇല ഒത്തിരി വലിപ്പം വയ്ക്കും കേട്ടോ. അപ്പം നമുക്കിതേ ഒരു കട പോലും വേണ്ട, നമുക്ക് ഓരോ കറിക്ക് ഉപയോഗിക്കാനായിട്ട്. ഈ പാലക്കിൻ്റെ ഇലയുണ്ടല്ലോ പരിപ്പ് കൂട്ടി ഉലർത്താനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇവിടെ ഇതേ കുറേ ബീട്രൂട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ബീട്രൂട്ട് ഒന്ന് പൊക്കി നോക്കാം എന്തോരം വലിപ്പം ഉണ്ടെന്ന്. ഇവിടെ കുറച്ച് ബീട്രൂട്ട് നിൽക്കി നോക്കാം. ഇത്രയും കിട്ടിയുണ്ട് കേട്ടോ. നമുക്കിത് എവിടെയും കൂടെ ഉണ്ട്. ഇതെല്ലാം പറിക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ആടി ബീട്രൂട്ട് തന്നെ കുറേയൊക്കെ ഇതേ പുറത്താട്ടോ നിൽക്കുന്നത്. അങ്ങ് പറിച്ചെടുക്കാം. ചെറിയ ബീട്രൂട്ട് ഉണ്ട്, വലിയ ബീട്രൂട്ട് ഉണ്ട്. നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിന് ഒത്തിരി കെയർ കൊടുക്കാനൊന്നും പറ്റിയില്ലേ, അതാണ് ദേ. എന്നാലും ഉണ്ട് ദേ, നല്ല വലിപ്പമുള്ളതുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പാലക്കിൻ്റെ ഇലയും പറിച്ചെടുത്തതേ, ഇത്രയും ബീട്രൂട്ടും കൂടെ പറിച്ചെടുത്തു കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് വിശേഷങ്ങൾ. പിന്നെ ഈ ബീട്രൂട്ടിൻ്റെ ഇലയില്ലേ, ചെറുതായിട്ട് അരിഞ്ഞിട്ട് തോരൻ വയ്ക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്.